BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യവും കണ്ണൂരിലെ കോൺഗ്രസിന്റെ പടത്തലവനുമായ കെ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്ന കണ്ണൂരിലെ സിംഹം ഇന്ന് സ്വന്തം പാർട്ടിക്കുള്ളിലും കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലും അവിശ്വാസത്തിന്റെ നിഴലിലാണ്. പാർട്ടിയെയും അണികളെയും ഒരേപോലെ മുൾമുനയിൽ നിർത്തിയ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ സുധാകരൻ വഴങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായക്കേറ്റ പ്രഹരം ചെറുതല്ല. ഇത്രയും കാലം സുധാകരൻ എന്ന വ്യക്തിക്ക് ചുറ്റും കറങ്ങിയിരുന്ന കണ്ണൂർ രാഷ്ട്രീയം ഇനി ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മാറുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന പുതിയുഗ യാത്ര പാർട്ടിക്ക് നൽകിയ പുതിയ ഉണർവും തിളക്കവും വെറും 2 ദിവസത്തിനുള്ളിൽ ഇല്ലാതെയാക്കാൻ സുധാകരന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാവശ്യ വിവാദങ്ങൾക്ക് സാധിച്ചു എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ UDF ഒറ്റക്കെട്ടായി മുന്നേറേണ്ട ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ സുധാകരൻ ഇനി ഹൈക്കമാൻഡിന്റെ നോട്ടുപുള്ളിയായി തുടരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചാൽ സ്വന്തം നേതാക്കളെ അണിനിരത്തി പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള വാർത്തകൾ സജീവമായിട്ടും അത് നിഷേധിക്കാൻ സുധാകരൻ തയ്യാറാകാതിരുന്നത് ദേശീയ നേതൃത്വത്തെ അമ്പരപ്പിച്ചിരുന്നു. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾ അദ്ദേഹം പയറ്റിയപ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് അണികളിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചത്. ഒടുവിൽ ഹൈക്കമാൻഡ് കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും കണ്ണുരുട്ടുകയും ചെയ്തപ്പോൾ മാത്രമാണ് സുധാകരൻ തന്റെ പിൻവാങ്ങൽ പ്രഖ്യാപിച്ചത്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും അച്ചടക്കം ലംഘിക്കുന്നവർക്ക് സ്ഥാനമുണ്ടാകില്ലെന്നും ഹൈക്കമാൻഡ് ഉറപ്പിച്ചു പറഞ്ഞതോടെ സുധാകരന് കീഴടക്കുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. ഈ സംഭവം അദ്ദേഹത്തിന്റെ കരുത്തൻ എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു എന്ന് മാത്രമല്ല ഹൈക്കമാൻഡിനെ നിത്യമായ നോട്ടപ്പുള്ളിയായി അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. ഇതോടെ ഹൈക്കമാൻഡിന്റെ കണ്ണിൽ വിശ്വസ്തത നഷ്ടപ്പെട്ട നേതാവായി സുധാകരൻ മാറിയിരിക്കുന്നു. പ്രായാധിക്യവും ആരോഗ്യപരമായ അവശതകളും സുധാകരനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പാർട്ടിക്കകത്തും പുറത്തും ചർച്ചയാണ്. പലപ്പോഴും പൊതുവേദികളിൽ പ്രകടിപ്പിക്കുന്ന ഓർമ്മക്കുറവുകളും സംസാരത്തിലെ വൈരുദ്ധ്യങ്ങളും അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ പാർട്ടിയെ വെല്ലുവിളിക്കാൻ സുധാകരനെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും സ്വതന്ത്രനായി നിൽക്കും എന്നടക്കമുള്ള വാർത്തകൾ തലങ്ങും വിലങ്ങും പായുമ്പോൾ അതിനു പിന്നിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഒരു പ്രത്യേക താല്പര്യ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു കോക്കസ് ആണ് പ്രവർത്തിക്കുന്നതെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുധാകരൻ എന്ന ബ്രാൻഡിനെ ഉപയോഗിച്ച് സ്വന്തം രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സംഘമാണ് സുധാകരനെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. സുധാകരന്റെ ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കണ്ണൂരിലും വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. സുധാകരന്റെ ഏകാധിപത്യപരമായ ശൈലിയോട് ഇത്രയും കാലം പൊരുത്തപ്പെട്ടു പോന്ന താഴെത്തട്ടിലുള്ള നേതാക്കൾക്കും വിശ്വസ്തരായ അണികൾക്കും ഇടയിൽ ഇപ്പോൾ വലിയ അസംതൃപ്തി പുകയുകയാണ്. കാലങ്ങളായി സുധാകരന്റെ വിശ്വസ്തരായി നിന്നവർ പോലും അദ്ദേഹത്തിന്റെ സമീപനത്തിൽ അസംതൃപ്തരാണ്. സ്വന്തം ലാഭത്തിനായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ഒരു നേതാവിനും ചേർന്നതല്ലെന്നുള്ള വികാരം അണികൾക്കിടയിൽ ശക്തമാണ്. പാർട്ടിയേക്കാൾ വലുതാണ് താൻ എന്ന ഭാവം ഒരു ജനകീയ നേതാവിന് ചേർന്നതല്ലെന്ന വികാരം സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ഉയരുന്നത് സുധാകരന്റെ പിടി അയയുന്നതിന്റെ സൂചനയാണ്. വിശ്വസ്തരായ അണികൾ പോലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ കാലങ്ങളായി സുധാകരൻ കാത്തുസൂക്ഷിച്ച കണ്ണൂർ കോട്ടയിൽ വിള്ളലുകൾ വീണിരിക്കുകയാണ്. സുധാകരൻ അപ്രസക്തനാകുന്നതോടെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ആര് പിൻഗാമിയാകും എന്നുള്ള ചർച്ചകളും സജീവമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘടനാശേഷിയുള്ള പുതിയ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് നേരിട്ട നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കണ്ണൂർ കോട്ടയിലെ സുധാകരന്റെ അധികാരം അവസാനിക്കുന്നതോടെ പുതിയൊരു നേതൃനിര അവിടെ ഉദയം ചെയ്യുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് പ്രസ്ഥാനം കെ സുധാകരന് നൽകാത്തതായി ഒന്നുമില്ല എന്നതാണ് വസ്തുത. KPCC അധ്യക്ഷൻ, ഒന്നിലധികം തവണ ലോക്സഭാ അംഗം, നിയമസഭാ അംഗം, മന്ത്രി പദവികൾ തുടങ്ങി പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇത്രയേറെ പരിഗണനയും ബഹുമാനവും നൽകിയ പ്രസ്ഥാനത്തെ ഇലക്ഷൻ സമയത്ത് വഞ്ചിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് എന്നാണ് പൊതുവികാരം. സീറ്റിനായി തരം താഴ്ന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം തന്റെ പ്രായവും ആരോഗ്യവും പരിഗണിച്ച് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കാനോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ നേതൃത്വത്തോട് ചർച്ച നടത്താനോ ആയിരുന്നു അദ്ദേഹം തയ്യാറാകേണ്ടിയിരുന്നത്. എന്നാൽ സുധാകരനില്ലാത്ത കണ്ണൂർ എന്ന ചിത്രം ഉയർത്തിക്കാട്ടി ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അണികൾക്കിടയിൽ പോലും അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ അവിശ്വാസം കൂടി നേടിയെടുത്തതോടെ സുധാകരന്റെ കോൺഗ്രസിലെ രാഷ്ട്രീയ ഭാവിക്ക് കരിന്തഴൽ വീണിരിക്കുകയാണ്. ഇനി മുതൽ ഓരോ ചലനത്തിലും ഡൽഹിയുടെ കർശനമായ നിരീക്ഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.